അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വാഹനം. അതിപ്പോൾ നമ്മൾ ഓടിക്കുന്ന വാഹനത്തെ നമ്മുടെ സ്വന്തം വാഹനമായാലും ഏത് വാഹനമായാലും നമ്മൾ വാഹനത്തെ കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കൊണ്ടു നടക്കും. അപ്പോൾ ടൂ വീലർ ആയാലും ഫോർ വീലായാലും നമ്മളതിനെ കൊണ്ടു നടക്കണം അത്ര ആ രീതിയിൽ. ഇപ്പോൾ ഒരു നമ്മളെങ്ങനെ സൂക്ഷിക്കുന്നു അതേപോലെ നമ്മുടെ വാഹനത്തെ നമ്മൾ അതുപോലെ സൂക്ഷിക്കും. നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ സൂക്ഷിക്കും, നമ്മളെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ എങ്ങനെ കൊണ്ടു നടക്കണം അതുപോലെ തന്നെ നമ്മളും ആ വാഹനത്തെ അതുപോലെ തന്നെ കൊണ്ടു നടക്കണം. അവരും നമ്മൾ സുരക്ഷിതരായിട്ട് എത്തിക്കും. നമ്മളെ യാത്രാവേളകളിൽ അത് എങ്ങോട്ടും ആയിക്കോട്ടെ, ഇപ്പോൾ രാത്രിയും പകലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ സുരക്ഷിതരായിട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വാഹനത്തെ അതേപോലെ സംരക്ഷിച്ചാൽ മാത്രമേ അതിന് പറ്റുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ സൗണ്ടുകളെല്ലാം അങ്ങനെ എന്തൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ കാണിച്ച് അതിൻ്റെ കമ്പനിയിൽ തീർത്ത് പോവുക. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ വാഹനം നമ്മൾ റോഡിൽ ഓടിക്കുന്ന സമയങ്ങളിൽ വളരെ സൂക്ഷിച്ച് ഓടിക്കുക. മറ്റുള്ള വാഹനങ്ങളും ഇതുപോലെ തന്നെയാണ് മറ്റുള്ള വാഹനങ്ങളും. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ മറ്റുള്ള വാഹനം അതുപോലെ തന്നെ അവരുടെ കണ്ടാവും. അപ്പോൾ നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ വാഹനം ഓടിക്കുക. അതൊക്കെ രാത്രിയായാലും പകലായാലും. ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ലോക്കലാണെങ്കിൽ പോലും നമ്മൾക്ക് വിശ്രമം ഒരാവശ്യമാണ്. അതിനുശേഷം അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാത്രി യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അല്പം നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട്, അതായത് ഇപ്പോൾ ലോങ് പോകുമ്പോഴെങ്കിൽ ഉറക്കം വരുമ്പോൾ നമ്മൾ വാഹനം സുരക്ഷിതമായ സൈഡൊതുക്കി നിർത്തി ഒരു 10 മിനിറ്റ് ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ വീണ്ടും ഒന്ന് തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് മുഖമൊക്കെ കഴുകി ഒരു ചായ കുടിക്കും, പറ്റുമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി. അത് നല്ല സുരക്ഷിതമായി നമുക്ക് ഉറക്കം വരുമോ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് അങ്ങനെ പറ്റാതെ മറ്റുള്ള വാഹനങ്ങൾ തട്ടാതെയൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് ഓടിച്ചു പോകാനൊക്കെ കഴിയും. യാത്രയിൽ എങ്ങോട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് സുരക്ഷിതമായിട്ട് എത്താനും നമ്മുടെ വാഹനങ്ങൾക്ക് എത്താനും നമ്മളെ സുരക്ഷിതമായിട്ട് അവരെ എത്തിക്കാനും അതുകൊണ്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് യാത്രാവേളകളിൽ അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വാഹനമൊക്കെ കൃത്യമായിട്ട് മറ്റ് ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ എല്ലാം തീർത്ത് ബ്രേക്ക് ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രേക്ക് ചെയ്ത് മറ്റു ചെറിയ ജനറൽ സർവീസുകളൊക്കെ ചെയ്ത് നമ്മൾ വണ്ടി കൃത്യമായിട്ട് റെഡിയാക്കിയിട്ട് അതുപോലെ തന്നെ നമ്മളും അതുപോലെ തന്നെ ഇതാവണം. കാരണം നമുക്ക് വർക്ക് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഉറങ്ങി തന്നെ തീർത്തിട്ട് യാത്ര തുടരുക. പിന്നെ ഇതുപോലുള്ള ആക്സിഡൻറ്റുകളൊന്നും വരാതിരിക്കാനാണ് ഈ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ജനറൽ സർവീസിന് നമുക്ക് തന്നെ ചിലവ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ബ്രേക്ക് കൂടെ ചെക്ക് ചെയ്യുക, ഓയിൽ ചെക്ക് ചെയ്യുക, വെള്ളം കൂളൻ്റ്, പിന്നെ അതുപോലെ വൈപ്പർ, ലൈറ്റൊക്കെ എല്ലാം ഇട്ട് നോക്കുക. ഇപ്പോൾ ലോങ് സർവീസ് പോകുന്നതിന് മുമ്പ് തന്നെ ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്ത് ലൈറ്റുകളൊക്കെ ഇട്ട് നോക്കുക, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. രാത്രി വേളയിൽ നമുക്ക് യാത്ര നടക്കുമ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. എന്തെങ്കിലും സൗണ്ട് വ്യത്യാസമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സർവീസ് സെൻ്ററിൽ കാണിച്ച് അതൊന്ന് ഉറപ്പ് വരുത്തുക. എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ട് ലോങ് സർവീസിന് പോകാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ പോകുന്ന വേളയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല സുരക്ഷിതമായ സ്ഥലത്ത് ഒതുക്കി നിർത്തി ജസ്റ്റ് ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെങ്ങനെ സുരക്ഷിതമായിട്ട് എത്തുന്നു അതേപോലെ തന്നെ നമ്മുടെ വാഹനവും നമ്മൾ സുരക്ഷിതമായിട്ട് എത്തണം. ഈ കാണുന്ന പോലുള്ള ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സുരക്ഷിതമായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ